ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇങ്ങനെ ശാലൂട്ട. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒന്ന് കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവളുടെ സ്പെഷ്യൽ അവൾ മുങ്ങി ഗായ്സ്. അപ്പോൾ ഇന്ന് ഇവളുടെ സ്പെഷ്യൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോവാട്ടാ. അപ്പം പൊറോട്ട കൊത്തിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട അതേ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചീനച്ചട്ടി വെച്ച് ഓൾറെഡി. അപ്പോൾ ചീനച്ചട്ടി വെച്ച് അതിൽ കടുകിട്ട് സവോള ഇട്ട് അവൾ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് അവള്. അതിൽ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇടുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. ഉള്ളൊന്ന് എന്താണ് പെട്ടെന്ന് റെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കട്ടൻ ചായ ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൈറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ ക്യാമറ ഇച്ചിരി ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ സവോള ഇളക്കി ഒന്ന് സെറ്റായി ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ടു ഗായ്സ്. ഞങ്ങളുടെ വാവ് കൊത്തു പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അത് നല്ല ചിരി. പൊറോട്ട ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഗായ്സ്. അപ്പം അത് ഇവിടുന്ന് വന്ന് കൊത്തി അരിഞ്ഞ് ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് പൊറോട്ട കൊത്താൻ അല്ലേ. നമ്മളെ തക്കാളി അതിലിട്ടുണ്ടായിരുന്നു. തക്കാളിയും സവോള ഏകദേശം വഴറ്റിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, കടുക് വറ, ഇച്ചിരി കുരുമുളക് പൊടി ഓക്കെ സെറ്റ്. ശരിയല്ല, ഞാൻ കുറച്ച് കൂടുതലിടും. പേരുണ്ടായാലും നിങ്ങൾ കുറച്ച് തിന്നു. ഞാൻ ഗൈസ് ഇങ്ങനെയാണ് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു കളറൊക്കെ വന്നുണ്ട്. വാവ്, നല്ല കളറായിട്ടുണ്ട് ഗൈസ്. മല്ലിച്ചപ്പിടാം. കറിവേപ്പില ഇല്ലാത്ത കാരണം നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കറിവേപ്പില ഇട്ടത്. ഈ ഡിഷിൽ നിന്ന് ആ കറിവേപ്പില എന്ന് പറഞ്ഞ സാധനത്തിന് ഞങ്ങൾ എടുത്ത് ഒഴിവാക്കാനുള്ളത്. അതിനെ കൊണ്ട് ഞങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിമുട്ട സെറ്റ്. അപ്പോൾ കോഴിമുട്ട ഇടാം. അല്ല, കലക്കി വെച്ച കോഴിമുട്ട അതിലേക്ക് പാർന്നുണ്ട്. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കാം. അതല്ല, വലുത് മോൾട്ടി ഇതിന്റെ വേറൊരു മൂടി ഉണ്ട് അവിടെ. ഞാൻ കഴുകാട്ടിരുന്നു. ഇപ്പൊ കഴുകിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ മസാലക്കൂട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. കോഴിമുട്ടൊക്കെ ഇളക്കി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊറോട്ട ഇടാം. അതേ കുനുകുനാ അരിഞ്ഞ് വെച്ച വാവ് പൊറോട്ട ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാലയ്ക്ക് അനുസരിച്ച് വേണം പൊറോട്ട ഇടാനായിട്ട്. കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. വീഡിയോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇടാം. ഞങ്ങളങ്ങനെ ചെയ്യൂല. നിങ്ങൾക്ക് ഞാൻ ടിപ്സ് പറഞ്ഞു തന്നുള്ളൂ.
അത് കറക്റ്റായിട്ട് പൊറോട്ടയും മസാല ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ അതെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പം നമ്മൾ കൊത്തു പൊറോട്ട ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളുടെ കൊത്തു പൊറോട്ട അതാ. ഓ കൈയൊക്കെ പൊള്ളി ഗൈസ്. ഇതല്ലേ പ്ലേറ്റ്? നമ്മൾ കൊത്തു പൊറോട്ട ദേ പ്ലേറ്റിലേക്ക് സെറ്റ് ഇട്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സ്പൂൺ ഉണ്ടത്? സ്പൂൺ എടുത്ത് കൊടുക്കും മോളെ. മോൾട്ടി വേണ്ട. അപ്പം ഞങ്ങളിത് എല്ലാവരും കഴിക്കാനായിട്ട് സെറ്റായിട്ട് ഇരുന്നുണ്ട്. സനുരാജിൻ്റെ വായിൽ വെള്ളം വന്നിട്ട് രക്ഷയില്ലാതിരിക്കുകയാണ്. ഇതുപോലെ അത് സ്പൂൺ എന്ത് കുഞ്ഞാ? ഒരു സ്പൂൺ അങ്ങി വേണ്ട ഇരുന്നോ, കൈ എടുത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് കട്ടൻ ചായ വിത്ത് കട്ടൻ ചായ, കൊത്തു പൊറോട്ട വിത്ത് കട്ടൻ ചായ. അപ്പം ഞങ്ങളിതാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മളൊരു മീഡിയം നമ്മളെന്നെ ഉണ്ടാക്കുക, നമ്മളെന്നെ അടിപൊളി അറിയാം. ഇവരൊക്കെ വിളിച്ചാണ്ട് കഴിക്കാൻ കൊടുത്തിട്ട് അവര് പറയണ അടിപൊളി. അടിപൊളി സൂപ്പർ അടിപൊളി. നമ്മളും എന്താ പറയാ, നമ്മള് തട്ടുകടയിൽ നിന്ന് കഴിക്കണ അത്ര. ഇതിന്റെ കിച്ചൺ ഞാൻ തട്ടിക്കൂട്ടിയ കിച്ചൺ ആട്ടോ. പുറത്തേക്ക് വൃത്തികേടില്ലാതിരിക്കാൻ വേണ്ടിട്ട്, വീടിന്റെ ഉള്ളിൽ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിട്ടേ പുറത്തേക്ക് ഞാൻ എന്റെ സെറ്റിങ്സ് ആണ് മൊത്തം. ഇത് മുറ്റത്തെ എല്ലാ വൃത്തികേടും മുറ്റത്താണ് പോകും. എല്ലാ വൃത്തികേടും ഇവിടെ മുറ്റത്തുണ്ട്. അപ്പോൾ കഴിക്കേ ഓക്കെ, എനിക്ക് മതി വീഡിയോ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് മുഴുവൻ കഴിച്ച് തീർത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ലൈക്കൊക്കെ അറിയിക്കുക. ലൈക്ക് മസ്റ്റ് ആണേ. അപ്പോൾ ഓക്കെ ഗൈസ്, രാത്രി അതിനെ കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വെളിച്ചക്കമ്മിയുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ കൊത്തുപൊറോട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.